ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വാട്സപ്പിലെ 7 അമേസിംഗ് ഫീച്ചേഴ്സ് ആണ്. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ വരുന്ന ഇമേജസ്, വീഡിയോസ് അത് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് ഗാലറിയിലല്ലാതെ ഒരു പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കണമെങ്കിൽ അത് നമുക്ക് എങ്ങനെ ചെയ്യാം? അതിനായിട്ട് നിങ്ങളുടെ ആരുടെ മെസ്സേജ് അല്ലെങ്കിൽ ഇമേജസ് അയക്കുന്നതാണോ പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കണമെങ്കിൽ അതിന് ഇമേജസിൽ വരിക, അത് അവരുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടിയിൽ മീഡിയ വിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡിഫോൾട്ട് ആയിട്ട് എസ് ആയിരിക്കും എടുക്കേണ്ടതായിരിക്കും. അതിൽ നിന്ന് മാറ്റി നോവലിലേക്ക് ആക്കുക. ഈ നോവൽ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ്, ഇമേജസ് എല്ലാം ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി കിടക്കും. അത് എവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫയൽ മാനേജറിൻ്റെ ഉള്ളിൽ, വാട്സപ്പിൻ്റെ ഉള്ളിൽ മീഡിയ ഉണ്ടായിരിക്കും. മീഡിയൻ്റെ ഉള്ളിൽ വീഡിയോ ആണെങ്കിൽ വീഡിയോൻ്റെ ഉള്ളിൽ ഒരു പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു ഫയലിലായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ഇമേജസ് ആണെങ്കിൽ ഇമേജസിൻ്റെ ഉള്ളിൽ പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ കിടക്കുന്നുണ്ട്. പറയാൻ പോകുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ഇൻ കേസ് മെസ്സേജ് അയച്ചു എന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം നമുക്ക് അറിയില്ല. നമ്മൾ എന്താ ചെയ്യുക? നമ്മളെല്ലാം അറിയുന്ന മാതിരി നിന്നിട്ട് പുറത്ത് പോയതിന് ശേഷം ഗൂഗിൾ ക്രോമിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അർത്ഥം നോക്കിയതിന് ശേഷം വലിയ കാര്യത്തിൽ നമ്മൾ മെസ്സേജ് അയക്കും. അത് ഇനി പുറത്ത് പോകേണ്ട കാര്യം, ഇതിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ ഗൂഗിളിൻ്റെ കീബോർഡിലുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യുക. നമ്മൾ എന്താണ് അറിയണമെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ കേരളം എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കേരളം എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഇവിടെ വരും. അപ്പോൾ നമുക്ക് പുറത്ത് പോകേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് തന്നെ നമുക്ക് നോക്കി ആൻസർ പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കുറേ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡിലേ ആയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലാക്കും ഇവർക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല എന്ന്. അപ്പോൾ നമുക്ക് ഡിലേ ആക്കാതെ തന്നെ വേഗത്തിൽ നമുക്ക് റിപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്ത ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലെങ്തി ആയിട്ടുള്ള മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇൻ കേസ് അതിൻ്റെ ഇടയിൽ എനി കർഷൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് പോയിന്റുകൾ സെലക്ട് ചെയ്യാനും കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് അത് ഡെലിറ്റ് ചെയ്യാനുള്ളതും പലർക്കും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതിനുവേണ്ടി നമ്മൾ ഗൂഗിളിൽ തന്നെ കീബോർഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 3 ഓപ്ഷൻസ് കാണാൻ, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എവിടെയാണോ ഇതിൻ്റെ ഉള്ളിൽ ലെഫ്റ്റിക്ക് റൈറ്റിക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ തെറ്റ് സ്റ്റാർട്ട് ആവുന്നത് അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് അടിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് സെലക്ട് കൊടുക്കുക. സെലക്ട് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ മൂവ് ചെയ്യുന്നതെല്ലാം സെലക്ട് ആയിക്കോളും. പിന്നെ അതിനുശേഷം നിങ്ങളത് കട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം, കോപ്പി വേണമെങ്കിൽ കോപ്പി ചെയ്യാം, എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കൈ കൊണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് പല സമയങ്ങളിലും അത് കറക്റ്റായിട്ട് പറ്റാറില്ല. കുറേ സമയം അതിന് മെനക്കെടാറുണ്ട്. ഈ ഫീച്ചറിലൂടെ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ ഫോർവേഡ് മെസ്സേജസ് ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ചോദിക്കുക. ഇൻ കേസ് സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഇപ്പോൾ നിങ്ങൾക്കൊരു ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എപ്പോഴും അയക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു എപ്പോഴും ടൈപ്പ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അതിനായിട്ട് ഒരു സിമ്പിളായിട്ട് ഒറ്റവട്ടം ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഞാനൊരു സിമ്പിളായിട്ട് പറഞ്ഞാൽ അഡ്രസ്സിൻ്റെ പകരം ഞാൻ വെറുതെ ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്യാണ്. ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളിത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി കൊടുക്കുക. കോപ്പി കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് മാച്ച് കളയാണ്. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഗൂഗിൾ കീബോർഡ് കാണാൻ സാധിക്കുമല്ലോ. ഗൂഗിൾ കീബോർഡ് ക്ലിക്ക് ചെയ്യാം. അതിൽ അവിടെ തന്നെ നമുക്കൊരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞൊരു സാധനം കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് കോപ്പി ചെയ്ത സാധനം ഇവിടെ എടുക്കേണ്ടതായിരിക്കും. അതിന് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇത് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം പിൻ കൊടുക്കുക. ഇനി നിങ്ങൾ എത്ര നാൾ ഈ വാട്സപ്പിൽ അൺഇൻസ്റ്റാൾ ചെയ്യണ വരെ നിങ്ങളുടെ ഈ മെസ്സേജ് ഇവിടെ എടുക്കേണ്ടതായിരിക്കും അടിയിലായിട്ട്. ഇത് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാൻ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെൻഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ലോങ് ആയിട്ട് വലിയ എന്നൊരു അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട അവസ്ഥ വരില്ല. പിന്നത്തെ ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ വാട്സപ്പിൽ ജിപ്പ് ഫയലുകളൊക്കെ സെൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അത് നമുക്ക് മലയാളത്തിലുള്ള ജിപ്പ് ഫയൽസ് നമുക്ക് സിമ്പിളായിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ കീബോർഡാണ് വേണ്ടത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ജിപ്പ് ഫയലിൻ്റെ ഇത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇവിടെ സെർച്ച് ഓപ്ഷൻ കിട്ടും. സെർച്ച് ഓപ്ഷനിൽ നമ്മൾ മോഹൻലാലിൽ നിന്ന് അടിച്ചു വയ്ക്കുമെന്ന് ചോദിക്കുക. മോഹൻലാലിൻ്റെ പലതരത്തിലുള്ള ജിപ്പ് ഫയലുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുമാതിരി നമ്മുടെ മലയാളത്തിലെ എന്ത് കാര്യങ്ങളായാലും ഇപ്പോൾ എക്സാമ്പിളായിട്ട് വേറെ നമുക്ക് മമ്മൂട്ടിന്ന് അടിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ജിപ്പ് ഫയലുകൾ, ഈ ജിപ്പ് ഫയലിൻ്റെ ഒരു സെർച്ച് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന സെർച്ച് അല്ല, അതിന് തൊട്ട് താഴത്തായിട്ട് തന്നെ ജിപ്പ് സെർച്ച് വേറെ കാണാൻ സാധിക്കും.
ജിപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞോട്ട് വേറെ സെർച്ച് കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ള മമ്മൂട്ടി എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ മമ്മൂട്ടിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ജിപ്പ് ഫയലുകൾ, കോമഡിയും എല്ലാ സീരിയസ് ആയിട്ടുള്ള എല്ലാ ടൈപ്പുള്ള ജിപ്പ് ഫയലുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഫീച്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കുറേ പേർക്ക് അറിയുമായിരിക്കാം ഈ ഫീച്ചർ. നിങ്ങൾക്ക് ഡാർക്ക് മോഡ് എങ്ങനെ ഇനേബിൾ ചെയ്യാമെന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൻ്റെ ഉള്ളിൽ ചാറ്റിൽ പോയതിന് ശേഷം തീം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. തീം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വൈറ്റ്, ബ്ലാക്ക്, ഡാർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈല് മൊത്തമായിട്ട് നമ്മുടെ വാട്സപ്പ് ഡാർക്ക് മോഡിൽ പോവും. അത് നമ്മുടെ ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് കുറേ ഇമോജീസൊക്കെ ആഡ് ചെയ്യും. അതുമാതിരി തന്നെ നമുക്ക് വാട്സപ്പിൽ ഒരു വീഡിയോസോ അല്ലെങ്കിൽ ഇമേജസോ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത്, എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ സ്റ്റാറ്റസ് ഇടാൻ പോകുന്നു വിചാരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇമോജീസ് എങ്ങനെ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും ക്ലോക്കിൻ്റെയോ എന്തിൻ്റെ ഇമോജി വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഈ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ട്രിക്സ് എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.